അതായത് നമ്മുടെ പുറത്തുള്ള ടെൻഷൻസ് അറിയാമല്ലോ. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ പേരെടുത്ത് പറയാനാണ് ഒത്തിരി പറയേണ്ടി വരും. ചൈന, തായ്ലൻഡ് അവർ തമ്മിലുള്ള ഒരു ടെൻഷൻ നിൽക്കുന്നു. ഇസ്രായേൽ, ഹമാസ്, അത് കൂടാതെ ഇപ്പോഴത്തെ ഇറാന്റെ പുതിയ പ്രശ്നങ്ങള്, അപ്പം ഇന്ത്യ, ചൈന, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങള്, അങ്ങനെയുള്ള പല കൺട്രീസും അങ്ങോട്ടും ഇങ്ങോട്ടും, റഷ്യയുമായി ചൈനയുടെ അമേരിക്കയുടെ ടെൻഷന്, ഇതൊക്കെ നമ്മൾ ദിനം പ്രതി കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ടെൻഷൻസ് നിലനിൽക്കുമ്പോൾ വില കുറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, കൂടുതൽ തന്നെ ചെയ്യും. അതെ, ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുത്തനെ ഉയർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷത്തിനടുത്തേക്കൊക്കെ ഈ സ്വർണ്ണവില എത്തിയേക്കും എന്നുള്ള അനുമാനത്തിന് തെറ്റുണ്ടോ? തെറ്റില്ല. 1.5 ലക്ഷം വരെ വരാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു 14,000 രൂപ വരെ വരും എന്ന് പറഞ്ഞാൽ 1,12,000 രൂപ വരെ വരുമെന്നായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള അനുമാനം. ആ അനുമാനങ്ങളൊക്കെ ഇപ്പം മാറിക്കഴിഞ്ഞു. ഇനി ഒരു 1.5 ലക്ഷം രൂപ വരെ ഇത് കൂടാനുള്ള ഒരു അനുമാനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ണെങ്കിൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, ഈ ജുവലറികളെ സംബന്ധിച്ചുകൂടെ അതൊരു തിരിച്ചടിയാവുകയല്ലേ? കാരണം ഇത്രയും രൂപ സ്വർണത്തിനാവുകയാണെങ്കിൽ, കാരണം ഈ സ്വർണത്തിന്റെ വില മാത്രമേ ഉയരുന്നുള്ളൂ, സാധാരണ ജനങ്ങളുടെ വരുമാനം ഉയരുന്നില്ല. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ സ്വർണം എന്ന് പറയുന്നത് അവർക്ക് അപ്രാപ്യമായൊരു ഘടകമായി മാറുന്നുണ്ട്. ഇത് ജുവലറികളുടെ വ്യാപാരത്തെ കൂടെ ബാധിക്കില്ലേ? തീർച്ചയായും 100% പറയുന്നത് ശരിയാണ്. അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷമാണിത്. ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മള് കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നത് ഒരു ആവറേജ് റേറ്റ് നിന്ന് കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ, ക്രയവിക്രയം നടക്കണമെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞു നിന്നാലേ പറ്റുള്ളൂ. ഈ വില കൂടി ഈ ഷോക്കേസ് സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സാധാരണ ജനക്കാരൻ വന്ന് മേടിക്കാനോ എങ്ങനെ പറ്റും? സാധാരണക്കാരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ കണക്ക് വരുമാനം കൂടുന്നില്ല, ചെലവ് കൂടുന്നു. സ്വർണത്തിന്റെ മാത്രമല്ല, ഏതൊക്കെ വസ്തു എടുത്താലും സത്യത്തിൽ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈവൻ ചെറിയ പറഞ്ഞ പച്ചക്കറി വരെ ഭയങ്കരമായിട്ട് വില കൂടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തോത് ഭയങ്കരമായി ഉയർന്നിരിക്കുന്നു. അതിന് തക്കതായ വരുമാനം നമുക്ക് കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായും വെട്ടിക്കുറയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ അവർ കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണമാണ് അതിനകത്ത് മെയിനായിട്ട് വൻ തുക കൊടുത്ത് മേടിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിലുള്ള ഈ പർച്ചേസിങ് കുറഞ്ഞു പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.